ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറികൾ. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു അടിപൊളി മീൻ കറിയായിട്ട് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് മീൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഒരു 10-15 ചെറിയ ഉള്ളി എടുക്കാം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളിയും 2 തക്കാളിയും എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും. നമ്മൾ മീൻ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതെല്ലാം കൂടി റെഡിയാക്കിയിട്ട് എടുത്താൽ നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയുള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നടുവിലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇത് 2 സൈഡിലേക്ക് വയ്ക്കുക. അതിനുശേഷം ഒരു 3 കുഴമ്പുള്ളി എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. ഇനി ഇതിലേക്ക് തന്നെ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഇനി ഒരു മൺചട്ടി എടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. കുറച്ച് കടുകിട്ട് എടുക്കുക. 1 ടീസ്പൂൺ കടുകിട്ട് എടുക്കുക. ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ചതച്ചിട്ടതായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ കടുകെണ്ണ പൊട്ടി വരുമ്പോൾ നമുക്ക് ചെറിയുള്ളിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ചെറിയുള്ളി നന്നായിട്ട് വാടി വരണം കേട്ടോ. വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഈ സമയത്ത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇട്ടെടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് പുറത്ത് വെച്ചാൽ കേട് വരാതിരിക്കട്ടെ. 2-3 ദിവസം വരെ കേട് വരില്ല കേട്ടോ. ഇതിൽ നാളികേര പാലൊന്നും ചേർക്കണമെന്നില്ലല്ലോ, അത് കാരണം കൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. നമുക്കൊരു ബോൾ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ തന്നെ നല്ല മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ കുറച്ച് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഓരോരുത്തർ എരിവനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് വയ്ക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ സവോളൊക്കെ ചെറിയുള്ളില്ലേ അത് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ നമ്മൾ പൊടികൾ ഇതിലേക്ക് ചേർത്ത് എടുക്കാം. ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ പെട്ടെന്ന് കരിഞ്ഞു പോകും, അത് കാരണം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ചെടുക്കുക. ഈ പച്ചമണം മാറുമ്പോൾ തീർക്കും. ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ആ ബൗളിലേക്ക്
നമ്മൾ നേരത്തെ പൊടികൾ മിക്സ് ചെയ്ത് വെച്ച പൊടിയില്ലേ, ആ പൊടികൾ ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് കുക്കായിട്ട് വരണം കേട്ടോ, പച്ചമുളക് നന്നായിട്ട് മാറണേ. ഇനി 2 തക്കാളി മിക്സിയിൽ ചെറിയ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് ഈ വെള്ളമൊക്കെ ഒറ്റ വരണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 5-6 മിനിറ്റ് എടുക്കുക കേട്ടോ. ഇങ്ങനെ വെള്ളമൊക്കെ ഒറ്റ വരണം കേട്ടോ. കണ്ട ഇങ്ങനെ വേണേ, പച്ചമണം നന്നായിട്ട് മാറണം. കണ്ട കണ്ട വെള്ളമൊന്നുമില്ല. ഇങ്ങനെ വേണം കേട്ടോ. ഇങ്ങനെ ആയാൽ മാത്രം നമ്മൾ ഇട്ട പൊടികളിൻ്റെ മണം പച്ചമണമൊക്കെ മാറിയിട്ട് തക്കാളിയുടെ പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തില്ലേ, അതിൻ്റെ സ്മെല്ല് ഇതായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് എടുക്കണേ. അതിന് ശേഷം നമുക്ക് കുടംപുള്ളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടി നമുക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളിയുടെ ടേസ്റ്റിനൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ടെടുത്താൽ മതി കേട്ടോ. ഓരോരുത്തരുടെ എരിവും പുളിയും നോക്കിയിട്ട് ചേർത്ത് എടുത്താൽ മതി. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണേ. ഇത് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. കുറച്ചുകൂടി കട്ടിയായ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കഷ്ണങ്ങൾ ഇട്ടെടുക്കുക. നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ടെടുക്കുക കേട്ടോ. ഇട്ടെടുത്ത ശേഷം ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നാളികേരം അരയ്ക്കാൻ ആവശ്യമില്ലല്ലോ. ചപ്പാത്തിക്ക് കിട്ടാം, ചോറിന് കിട്ടാം, ദോശയ്ക്ക് കിട്ടാം, ഇടിയപ്പത്തിന് കിട്ടാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇടിയപ്പം ഇത് കൂടിയിട്ട്. കണ്ട നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഉപ്പുണ്ടെന്ന് നോക്കണം കേട്ടോ. ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ സാമ്പാറിൽ ഇടാൻ പുളിയില്ലേ, അത് കുറച്ച് നമുക്കിതിലേക്ക് വെച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ കുടംപുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു കുടംപുള്ളി കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയുള്ള മീനിൻ്റെ കഷ്ണമൊക്കെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ട അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കറി. നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഉപ്പിൻ്റെ നോക്കട്ടെ. ഉപ്പൊക്കെ കറക്റ്റ് കേട്ടോ. ഉപ്പും പുളിയും അരവും എല്ലാം പാകമായിട്ടുണ്ടേ. ഇത്തിരി നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.